അനിയന്ത്രിതമായ പാറഖനനത്തെ തുടർന്ന് രൂക്ഷമായ പരിസ്ഥിതി പ്രശ്നം നേരിടുന്ന കലഞ്ഞൂരിൽ ക്രഷർ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. നിലവിലുള്ള ക്രഷർ യൂണിറ്റുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 111 ദിവസമായി ക്രഷർ വിരുദ്ധ സമിതി കലഞ്ഞൂരിൽ സത്യാഗ്രഹം നടത്തുകയാണ്. ഇതിനിടെ പുതിയ ക്രഷർ യൂണിറ്റിനും പ്രവർത്തനാനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സമരക്കാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇരച്ചുകയറിയത്. രാവിലെ 11 മണിയോടെ സമരാനുകൂലികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കൂട്ടത്തോടെ കടന്നുകയറി. സ്ത്രീകളും കുട്ടികളും അടക്കം 200ഓളം വരുന്ന സമരസമിതി അംഗങ്ങൾ ഓഫീസിൽ കുത്തിയിരുന്നു. ഇവർ ഓഫീസിനുള്ളിലേക്ക് കടന്നുകയറി മുദ്രാവാക്യം മുഴക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത് ജീവനക്കാരുടെ കൃത്യനിർവഹണം തടഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാറഖനനം നടക്കുന്ന കലഞ്ഞൂർ പഞ്ചായത്തിലെ പോത്തുപാറ മലനിരകളിലാണ് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകൾ പ്രവർത്തിക്കുന്നത്. മാവനാൽ, പിരമിഡ്, ദർശൻ തുടങ്ങി നിരവധി ക്രഷർ യൂണിറ്റുകളും പാറമടകളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതുമൂലം പോത്തുപാറ, കുളത്തുമൺ, അതിരുങ്കൽ എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ജനവാസ മേഖല പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുകയാണ്. പാരിസ്ഥിതിക പ്രശ്നം മൂലം മലയോരവാസികൾ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമകളായി. ജലക്ഷാമം രൂക്ഷമാണ്. കാർഷിക മേഖല തകർന്ന അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. നമ്മൾ ആലോചിക്കണം, 110 ദിവസം എത്രയോ സമാധാനപരമായിട്ടും എത്രയോ ജനാധിപത്യപരമായിട്ടും ഗാന്ധിജി കാണിച്ച ആ സമരമാർഗം അവലംബിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഓഫീസിന്റെ മുമ്പിലിരുന്ന ജനങ്ങൾ കഴിഞ്ഞ 2.5 വർഷക്കാലം എത്ര ജനാധിപത്യപരമായി സമരം നടത്തി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു. എത്ര നിവേദനങ്ങൾ കൊടുത്തിരിക്കുന്നു. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ശുപാർശ കള്ളിപ്പാറ മല സംരക്ഷിക്കണം, ഇഞ്ചപ്പാറ മലയിൽ പുതിയ ക്രഷർ പാടില്ല, പൊടിമണ്ണി ഭാഗത്ത് പുതിയ ക്രഷർ സ്ഥാപിക്കരുത് എന്നുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ട്. അപ്പോ ആ റെക്കമെൻഡേഷൻസ് എല്ലാം കാറ്റിൽ പറത്തിയിട്ട് നമ്മുടെ നാട്ടിൽ എന്തും സംഭവിച്ചാലും കുഴപ്പമില്ല, ജനങ്ങൾ എങ്ങനെ ചത്തൊടുങ്ങിയാലും കുഴപ്പമില്ല, അവരുടെ ശ്വാസകോശത്തിൽ എത്രമാത്രം അർബുദം ബാധിച്ചാലും കുഴപ്പമില്ല, ക്രഷർ മുതലാളിമാർ മാത്രം വളരണമെന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ലോകത്തെങ്ങുമില്ലാത്ത ജനപ്രതിനിധികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ രാവിലെ 7 മണി മുതൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നിരിക്കുക. ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. അവർക്ക് തളർച്ചയുണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ പറയുകയാണ്, അവർ നാളെ ശ്വാസകോശ രോഗികളായി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ അമ്മമാർ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പഞ്ചായത്ത് മനസ്സിലാക്കണം, കേരളം മനസ്സിലാക്കണം. കേരളം ഭരിക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കണം. രാഷ്ട്രീയ പാർട്ടികളും ഇത് മനസ്സിലാക്കണം. സമരസമിതി പ്രതിഷേധം ശക്തമാക്കി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇരച്ചുകയറിയത് ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കി. പ്രതിഷേധം രൂക്ഷമായതോടെ അടൂർ പോലീസ് ഡിവിഷന്റെ കീഴിലുള്ള കൂടൽ, കോന്നി, തണ്ണിത്തോട്, കൊടുമൺ പോലീസ് സ്റ്റേഷനുകളിലെ സബ് ഇൻസ്പെക്ടർമാരും സംഘവും കോന്നി സിഐ സജിമോന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് സിഐ സജിമോൻ ആവശ്യപ്പെട്ടെങ്കിലും സമരാനുകൂലികൾ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും ജില്ലാ കളക്ടറുമായും ബന്ധപ്പെട്ടു. തുടർന്ന് അടൂർ RDO ഹരി എസ് നായർ സ്ഥലത്തെത്തി. സമരസമിതി നേതാക്കൾ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുമായി ഇദ്ദേഹം ചർച്ച നടത്തി. സിഐ സജിമോൻ, കൂടൽ SI മനോജ് കുമാർ, ഭരണസമിതി അംഗം ഡോക്ടർ KP വിശ്വനാഥൻ, സമരസമിതി നേതാവ് സന്തോഷ് കുമാർ എന്നിവർ തമ്മിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ അനധികൃത പാറക്വാറികൾ അടച്ചുപൂട്ടാമെന്നും പുതിയ പാറമടകൾക്കോ ക്രഷറുകൾക്കോ ഇനിമേൽ അനുമതി നൽകില്ലെന്നും അധികൃതർ ഉറപ്പു നൽകി. തുടർന്ന് സമരസമിതി കൺവീനർ സന്തോഷ് കുമാർ ഒത്തുതീർപ്പ് ചർച്ചയുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വൻ സംഘമാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.